ഒഴിവു ദിനങ്ങൾ ആഘോഷത്തോടെ ചെലവഴിക്കാൻ കുറഞ്ഞ ചെലവിലുള്ള ടൂറിസം പാക്കേജുകളെ കുറിച്ച് അന്വേഷിക്കാത്ത മലയാളികൾ ചുരുക്കമാണ്. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിപ്പുഴയിലൂടെയുള്ള തോണി യാത്രയും കടൽ പുഴയോര മത്സ്യങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷണവുമൊക്കെയായി ഒരു കുടുംബം നടത്തുന്ന ഐലൻഡ് ടൂറിസം ക്രമേണ ശ്രദ്ധയാകർഷിച്ചു വരികയാണ്. ചെറിയ തുരുത്ത് സ്വദേശി അമ്പാടി ബാബുരാജും മകൻ ഷിംജിത്തുമാണ് ഈ നവീന സംരംഭത്തിന് പിന്നിൽ. കണ്ടൽക്കാടുകളും അഴിമുഖവും പക്ഷിസങ്കേതവുമെല്ലാം തുറന്ന വള്ളത്തിലിരുന്ന് മനോഹരമായി ആസ്വദിക്കാമെന്നതിനാൽ വടക്കൻ കേരളക്കാരുടെ പ്രിയപ്പെട്ട ടൂറിസം സ്പോട്ടുകളിലൊന്നായി കടലുണ്ടിയും ക്രമേണ മാറുകയാണ്. വശ്യസുന്ദരമായി ഒഴുകുന്ന നമ്മുടെ പുഴകളും കണ്ടൽക്കാടുകളാൽ നിറഞ്ഞ ജലാശയങ്ങളുമെല്ലാം ഇന്ന് തദ്ദേശീയ ടൂറിസം പോയിന്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നഗരമേഖലയോട് ചേർന്ന് കിടക്കുന്ന കടലുണ്ടിയാണ് ഒടുവിലത്തെ ഉദാഹരണം. കടലും പുഴയും മുഖാമുഖം കഥ പറയുന്ന അഴിമുഖവും ചെറുതുരുത്തുകളും കണ്ടൽക്കാടും പക്ഷിസങ്കേതവുമൊക്കെയാണ് ഇവിടുത്തെ സവിശേഷതകൾ. 2007 കടലുണ്ടി വള്ളിക്കുന്ന് മേഖല കമ്മ്യൂണിറ്റി റിസർവായി പ്രഖ്യാപിച്ചതോടെ പ്രശസ്തി പുറം ലോകത്തേക്കും വ്യാപിച്ചു. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മനോഹാരിതയിൽ കടലുണ്ടിയും ക്രമേണ ഒരു വിനോദസഞ്ചാര തുരുത്തായി മാറുകയാണ്. പുഴയുടെയും കണ്ടൽക്കാടുകളുടെയും ഒക്കെ സൗന്ദര്യം ആസ്വദിച്ചുള്ള തോണിയാത്രയും വൈവിധ്യമാർന്ന സീഫുഡ് വിഭവങ്ങളും പുഴമീനുമൊക്കെ ലഭിക്കുന്ന പാക്കേജുമായി ഒരു ചെറിയ സംരംഭത്തിനും ഇവിടെ തുടക്കമായി. കടലുണ്ടി ഐലൻഡ് ടൂറിസം എന്ന് പേരിട്ടിരിക്കുന്ന ഉദ്യമത്തിന് പിന്നിൽ ചെറിയ തുരുത്ത് സ്വദേശി അമ്പാടി ബാബുരാജും മകൻ ഷിംജിത്ത് രാജുമാണ്. നേരത്തെ ബുക്ക് ചെയ്താൽ 15 പേർ വരെയുള്ള സംഘത്തിന് തുറന്ന വള്ളത്തിൽ പുഴയുടെ ഓളപ്പരപ്പിലൂടെ ഒഴുകി നീങ്ങാം. കരിമീൻ, കടുക്ക, ഞണ്ട്, മുഴുവിറച്ചി തുടങ്ങി അപൂർവ വിഭവങ്ങളടക്കം വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണവും ഇവർക്ക് നൽകും. മത്സ്യങ്ങൾക്ക് ഇപ്പോൾ വൻവിലയാണെങ്കിലും ന്യായമായ തുക മാത്രമേ ടൂർ പാക്കേജിന് ഈടാക്കൂ. തോണിയാത്ര മൊത്തം ഒരു 3 മണിക്കൂർ സമയം ഒരു തോണിയാത്രക്ക് ടൈം വേണം. ആ സമയങ്ങളിൽ അവർക്ക് വേണ്ട ഭക്ഷണം, ചിലര് ഭക്ഷണം വേണമെന്ന് പറയും. അപ്പൊ ഭക്ഷണത്തിന് നമ്മൾക്ക് കരിമീനോ ചെമ്പല്ലിയോ പുഴയിൽ ഏത് മീന്, ഞണ്ട്, കല്ലുംകായ, മുരിയിറച്ചി. ഇപ്പം ഈ സീസണൊക്കെ നമുക്ക് മുരിയിറച്ചിന്റെ സീസണാണ്. അപ്പൊ ഈ മുരിയിറച്ചിക്ക് എന്നിപ്പോ കൂടുതൽ പ്രാധാന്യം. അവരാവശ്യപ്പെടും തോണിന്ന് മതി ഭക്ഷണം, അല്ലെങ്കിൽ ഞാൻ എന്റെ ഫാമില് സൗകര്യം ചെയ്യും, അല്ലെങ്കിൽ ചിലർ പറയും വീട്ടിൽ നിന്ന് മതിന്ന്. ആരടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ച പൈസയും അവര് എന്തെങ്കിലും പിന്നെയും 10-200 ഏറെ തരുക എന്നല്ലാതെ അങ്ങനെ അവിടുന്ന് വാങ്ങിയ ബില്ല് കൂടിയെന്ന് ആരും പറയില്ല. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വടക്കൻ കേരളത്തിൽ നിന്ന് മാത്രമായി 1000-ഓളം സഞ്ചാരികളാണ് തോണിയാത്രയിൽ പങ്കെടുക്കാനും കടൽ പുഴ വിഭവങ്ങളുടെ രുചി ആസ്വദിക്കാനുമായി ഇവിടേക്കെത്തിയത്. മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു ഇതുവരെ ആശ്രയമെങ്കിൽ നവമാധ്യമങ്ങളുടെ സഹായത്തോടെ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് പുതിയ നീക്കം. അതിനുള്ള നടപടികൾ ആരംഭഘട്ടത്തിലാണ്. പരമാവധി ടൂറിസ്റ്റുകളെ കടലുണ്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇന്നിപ്പോ ഒരു 10 പേരാണ് ഡെയിലി വരുന്നതെന്നുണ്ടെങ്കിൽ അത് 1000 അതിൽ കൂടുതലാക്കാന്നുള്ളതാണ് മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്നത്. ഇതിപ്പോ ഈ ചെറുതായിട്ട് തുടങ്ങിയ ഒരു പരിപാടി അത് ഇങ്ങനെ ഓരോ ദിവസം കൂടും വിപുലീകരിച്ച് വരാന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഇപ്പൊ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, ഇതിന്റെ ഐലൻഡ് ടൂറിസം കടലുണ്ടി എന്നാണ് ഞങ്ങൾ ഇതിന് കൊടുത്ത പേര്. അപ്പൊ അതുപോലെ തന്നെ ഒരു ബ്ലോഗ് ഉണ്ട്, ഐലൻഡ് ടൂറിസം blogspot.com എന്നാണ്. 20 വർഷത്തോളം പഴക്കമുള്ള കണ്ടൽക്കാടുകളും ചെറിയ തുരുത്തുകളും പക്ഷിസങ്കേതവുമൊക്കെ അടുത്തു ചെന്ന് കാണുവാനും തോണിയാത്രക്കിടയിൽ സൗകര്യമുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലിലും ശീതീകരണികളിലൂടെ ലഭിക്കുന്നതിനേക്കാൾ മനോഹരമായ അന്തരീക്ഷമാണ് കണ്ടൽക്കാടുകൾക്കുള്ളിൽ. പഞ്ചായത്തിന്റെ അനുമതി കൂടി ലഭിച്ചാൽ മണ്ണത്താമ്പാറ അണക്കെട്ട് വരെ ജലയാത്ര സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ട്. പഞ്ചായത്തിന്റെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ഹൗസ് ബോട്ടൊക്കെ ഇറക്കും. പിന്നെ ഇവിടെ യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷിസങ്കേതമുണ്ട്. ഇപ്പം ഹൗസ് ബോട്ടിന് കണക്ഷൻ എന്റെ ദ്വീപിന്ന്, എന്റെ വീട്ടിന്റെ അവിടുന്ന് ഞങ്ങൾക്ക് 3 മണിക്കൂറോളം റൺ ചെയ്യാൻ മണ്ണത്താമ്പാറ അണക്കെട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുവരെ തുടർച്ചയായിട്ട് റൺ ചെയ്ത് ഇതിനെക്കാട്ടും കൂടുതൽ കണ്ട് ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പം വരുന്നവർക്ക് ഇവിടെ വന്നാൽ ഭയങ്കര സംഭവമാണ് കടലുണ്ടിയിൽ വന്നത്. അത് നമ്മൾ പുറലോകം ശരിക്കും അറിയപ്പെട്ടില്ല. പുഴയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകളും നാടൻ മത്സ്യബന്ധന രീതികളും വിദേശ പക്ഷികളുടെ കൂട്ടവുമൊക്കെ തോണിയാത്രയുടെ ആസ്വാദ്യതയ്ക്ക് മാറ്റുകൂട്ടുന്നു. വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും പ്രത്യേകതകൾ നേരിട്ട് കാണുവാനും ടൂറിസ്റ്റുകൾക്ക് അവസരം ലഭിക്കും.
യന്ത്രവൽകൃത ബോട്ടുകൾക്ക് അനുമതിയില്ലാത്ത കടലുണ്ടിയിൽ മൺസൂൺ ടൂറിസത്തിനും തോണിയാത്രയ്ക്കും മറ്റുമായി വടക്കൻ ജില്ലകളിൽ നിന്ന് സഞ്ചാരികളുടെ ഒഴുക്ക് ആരംഭിച്ചിട്ടുണ്ട്. ആർത്തിരമ്പിയും ഇടയ്ക്ക് പിറുപിറുത്തും ചന്നം പിന്നം പെയ്യുന്ന മഴയുടെ സംഗീതം പോലെ ആർദ്രമാണ് വടക്കൻ കേരളക്കാരുടെ മനസ്സും. കല, സാഹിത്യ, സംഗീത മേഖലയിൽ നിന്നുള്ള വിശേഷങ്ങളും രുചി വൈവിധ്യങ്ങളുമൊക്കെ നാട്ടിൻപുറത്തിന്റെ നന്മകളുടെയും ഗ്രാമീണ മേഖലയുടെ വിശുദ്ധിയുടെയും ഒക്കെ നേർചിത്രങ്ങളായാണ് അവതരിപ്പിക്കപ്പെട്ടത്. കാലാതിവർത്തിയായ മലബാറിന്റെ ചരിത്രവും സംസ്കാരവും എത്ര പറഞ്ഞാലും കേട്ടാലും മതിവരാത്ത കാസർഗോഡ് മുതൽ പാലക്കാട് വരെ നീണ്ടുകിടക്കുന്ന വടക്കൻ കേരളത്തിന്റെ തനതായ കൂടുതൽ വിശേഷങ്ങളും സംഭവങ്ങളും വാർത്തകളുമൊക്കെയായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ മലബാർ ഡയറിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ.